നമസ്കാരം. രാവിലെ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം വനിതാ സംവരണ ബിൽ എന്ന സുപ്രധാനമായ ഒരു ബിൽ പാർലമെൻറ്റിൽ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ ബില്ല് വോട്ടിലിടുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് വോട്ടെടുപ്പ്. ഇത് പാസ്സാക്കിയെടുക്കുക എന്നതിനപ്പുറം പ്രതിപക്ഷത്തെ ഈ വിഷയത്തിൽ ഒരാശയക്കുഴപ്പത്തിൽ എത്തിക്കുക എന്ന കാര്യത്തിൽ ഏതാണ്ട് BJP സർക്കാർ വിജയിച്ച ലക്ഷണമാണ് കാണുന്നത്. കാരണം വനിതാ സംവരണ ബില്ലിനെതിരെ നിലപാടെടുത്തു എന്ന തരത്തിൽ ഇനി ഇത്തരം കാര്യങ്ങൾ അവർക്ക് രാജ്യമൊട്ടാകെ പ്രചരിപ്പിക്കാനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ ബില്ല് പാസ്സാകുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണണം. ഏതാണ്ട് 360 അംഗങ്ങളുടെ വോട്ട് ആവശ്യമുണ്ട്. പക്ഷേ അത് BJPയുടെ ഇപ്പോഴത്തെ NDA സർക്കാരിനില്ല, നമുക്കറിയാം. പക്ഷേ അപ്പോഴും വനിതാ സംവരണ ബില്ലായി തങ്ങൾ മുൻകൈ എടുത്തു എന്ന ധാരണ രാജ്യമൊട്ടാകെ പ്രചരിപ്പിക്കാൻ BJPക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ചില സമാധാനത്തിൻ്റെ വാർത്തകൾ കൂടി പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇറാനുമായി ധാരണയിലെത്തി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാൻ്റെ പ്രതികരണം വന്നിട്ടില്ല. ട്രംപ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ഇറാൻ അംഗീകരിക്കുന്നതാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും ഇത്തരം വാർത്തകൾ സജീവമായി തന്നെയുണ്ട്. നമുക്ക് വിശദമായി തന്നെ കടക്കാം. അതിനു മുൻപ് തലക്കെട്ടുകൾ. വനിതാ സംവരണ ബിൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്ന് വോട്ടെടുപ്പ്. ബിൽ പാസ്സാകാൻ വേണ്ടത് 360 MP-മാരുടെ പിന്തുണ. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. മണ്ഡല പുനർനിർണയത്തിൽ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ലെന്ന് അമിത്ഷാ. സീറ്റുകൾ കൂട്ടുമ്പോൾ സംസ്ഥാനങ്ങളുടെ അനുപാതം പാലിക്കും. തെറ്റായ പ്രചാരണം കേന്ദ്രത്തിനെതിരെ ആയുധമാക്കരുതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ. ഇറാനുമായി കരാർ ഉടനെന്ന് ട്രംപ്. ആണവ പദ്ധതിയിലടക്കം ധാരണയായെന്ന അവകാശവാദം. ലെബനനിൽ 10 ദിവസത്തെ വെടിനിർത്തൽ ഇന്ന് പ്രാബല്യത്തിൽ. ചരിത്രപരമായ കരാറിനുള്ള അവസരമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. നിതിന്റെ മരണത്തിൽ പ്രതിഷേധം തുടരാൻ വിദ്യാർത്ഥികൾ. കോളേജിലെ പഠനം ബഹിഷ്കരിച്ച് ഇന്നും സമരം. തെളിവെടുപ്പിനായി ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി. ആരോപണ വിധേയരായ അധ്യാപകർ ഇപ്പോഴും ഒളിവിൽ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പരസ്യ പ്രതികരണത്തിന് ഹൈക്കമാൻഡിന്റെ വിലക്ക്. മുതിർന്ന നേതാക്കൾ സംയമനം പാലിക്കണമെന്ന നിർദ്ദേശം. ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിക്ക്. പോക്സോ കേസിൽ കുംഭമേള വൈറൽ താരത്തിന്റെ മൊഴിയെടുക്കാൻ മധ്യപ്രദേശ് പോലീസ്. അന്വേഷണ സംഘം കൊച്ചിയിൽ. പ്രായപൂർത്തിയായെന്നും മധ്യപ്രദേശ് പോലീസിന് വിട്ടുകൊടുക്കരുതെന്നും വൈറൽ താരം. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് വീണ്ടും തോൽവി. പഞ്ചാബ് കിങ്സിന്റെ ജയം 7 വിക്കറ്റിന്. പോയിന്റ് പട്ടികയിൽ പഞ്ചാബ് ഒന്നാമത്. ഇന്ന് ഗുജറാത്ത് കൊൽക്കത്ത പോരാട്ടം. വിശദമായി തന്നെ വാർത്തകളിലേക്ക് കടക്കാം. നമുക്ക് തുടക്കത്തിൽ പറഞ്ഞതുപോലെ വനിതാ സംവരണ ബിൽ ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരികയാണ്. നിർണായകമായ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ബില്ലിനെ എതിർക്കുന്നവർക്ക് സ്ത്രീകൾ മാപ്പ് പറയില്ല എന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ പാർലമെന്റിൽ വ്യക്തമാക്കിയത്. 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭകളിലും 33% സംവരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ഭേദഗതി ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ആശങ്ക. അത് അത്തരത്തിലാണ് അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നതും. KP അഭിലാഷ് ചേരാണ്. അഭിലാഷ്, 360 അംഗങ്ങളുടെ പിന്തുണ വേണം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര പെട്ടെന്ന് നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല. മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉണ്ടോ സർക്കാരിന്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നിലവിൽ കക്ഷിനില അനുസരിച്ചും അതോടൊപ്പം തന്നെ ബില്ലിനെ എതിർക്കുന്നവരുടെ അംഗബലം കണക്കാക്കുമ്പോഴും ഈ ബിൽ കടക്കുക എന്നത് ഏറെ പ്രയാസകരം എന്ന് വേണം നിരീക്ഷിക്കാൻ. കാരണം ഇന്നലെ ആണ് ലോക്സഭയിൽ വനിതാ സംവരണം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. ആ അവതരണ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം ആണ് ഉയർത്തിയത്. സാധാരണ ലോക്സഭയിൽ ബില്ലുകൾക്ക് അവതരണാനുമതി തേടുമ്പോൾ ശബ്ദ വോട്ടോടുകൂടി ഇത് പാസ്സാക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഇന്നലെയും സമാനമായ സാഹചര്യത്തിൽ തന്നെയായിരുന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇത്തരത്തിൽ ബില്ലിന് അവതരണാനുമതി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷം അതിശക്തമായ വിമർശനം ഉന്നയിക്കുകയും പിന്നീട് വോട്ടെടുപ്പിലേക്ക്
ബില്ലിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നലെ 436 അംഗങ്ങൾ ആണ് ഈ സഭാ നടപടികൾ നടക്കുമ്പോൾ, അതായത് ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ സഭയിൽ ഉണ്ടായിരുന്നത്. സഭയുടെ ചട്ടം അനുസരിച്ച് ഒരു ബിൽ അവതരിപ്പിക്കണമെങ്കിൽ ആകെ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ 50% വോട്ട് ലഭിച്ചാൽ മതി എന്നുള്ളതാണ്. അത് മറികടക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. അതായത് 230-ൽ അധികം അംഗങ്ങൾ ഈ ബില്ലിന്റെ അവതരണാനുമതിയെ അനുകൂലിച്ചു. പക്ഷേ രഞ്ജിത്ത് ചോദിച്ചതിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്നത് ബില്ലിന്റെ അവതരണ അനുമതിയെ തന്നെ എതിർത്തത് 185 അംഗങ്ങൾ ആണ് എന്നുള്ളതാണ്. അതായത് ബില്ലിനെ അവതരിപ്പിക്കുന്നതിനെ തന്നെ എതിർത്ത ഈ 185 അംഗങ്ങൾ തീർച്ചയായും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കാൻ പോകുന്ന ചർച്ചയുടെ അന്ത്യത്തിലും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാരിന് എന്നതാണ്. നിലവിൽ 540 അംഗങ്ങൾ ഉള്ള ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാകണമെങ്കിൽ 50% പിന്തുണ പോരാ, മറിച്ച് 2/3 ഭൂരിപക്ഷമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ 360 അംഗങ്ങളുടെ പിന്തുണയാണ് ബിൽ പാസ്സാകാൻ വേണ്ടത്. അവിടെ 185 അംഗങ്ങൾ ഇപ്പോൾ തന്നെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ 360 എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല. അതേസമയം കേന്ദ്ര സർക്കാർ ആർജവത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ ബിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ബിൽ ഇന്ന് ലോക്സഭയിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ പിന്നീട് രാജ്യസഭയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ്. ഇന്നലെ ബില്ലിൻ്റെ അവതരണാനുമതി തേടിയിട്ടുള്ള സർക്കാരിൻ്റെ വാദത്തിൽ തന്നെ ഈ ബില്ല് ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നില്ല. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അതുമാത്രവുമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിക്കും എന്നുകൂടിയാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ മേഘ്വാളും ഇതേ നിലപാട് തന്നെയായിരുന്നു സഭയിൽ ആവർത്തിക്കുകയും ചെയ്തത്. ഇപ്പോൾ പല പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്ന ആരോപണം എന്നത് ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള ഇടങ്ങളിൽ, അതായത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിക്കുന്നതോടുകൂടി അധികാരത്തിൽ തുടരുവാൻ പറ്റുന്ന ഉപായമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വനിതാ സംവരണത്തെ മറയാക്കുന്നു എന്നുള്ളതാണ്. കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ പ്രാതിനിധ്യം കുറയും എന്ന വാദം കൂടിയാണ് ഉന്നയിക്കുന്നത്. ഈ ബില്ലിന് എതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 5 സംസ്ഥാനങ്ങളിലെ നിലവിലെ MP-മാരുടെ എണ്ണം എന്നത് കേവലം 129 മാത്രമാണ്. അതായത് ലോക്സഭയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം എന്നത് 24% താഴെയാണ്. ബിൽ പാസ്സാക്കപ്പെടുകയാണെങ്കിൽ ഈ 129 എന്നത് 165 മുകളിലേക്ക് എത്തുമെന്നും അപ്പോൾ 24% വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ സാങ്കേതികത്തെ ആണ് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് വലിയ പ്രശ്നം അഭിലാഷ്, ഇതിൻ്റെ ഒരു നടപ്പിലാക്കുന്ന രീതിയെ പ്രതിപക്ഷം സംശയിക്കുന്നുണ്ട്. ഇത്രയധികം സീറ്റെണ്ണമൊക്കെ വന്നാൽ സ്വാഭാവികമായും UP പോലെയുള്ള സ്ഥലങ്ങളിലാകും സീറ്റിൽ വലിയ വർധനവുണ്ടാവുക. ആനുപാതികമായ ഒരു വർധന ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച ഇപ്പോൾ തന്നെ സീറ്റെണ്ണം കുറവുള്ള സംസ്ഥാനങ്ങളാണ്. ഇത് ഇത്തരത്തിൽ നടപ്പിലാക്കുമ്പോൾ പല വിധത്തിലുള്ള ആശങ്കകൾ, അതായത് ഇപ്പോഴുള്ള തരത്തിൽ തന്നെ ഈ 540 തന്നെ നടപ്പിലാക്കിക്കൂടെ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതിൽ 33% സംവരണം. നമുക്കറിയാം എത്രയോ വർഷങ്ങളായി ഈ ബില്ല് ഇത്തരത്തിലൊരു ആശയം ഭരണഘടനാനുസൃതമായി തന്നെ ഉള്ളതാണ്. അത് നടപ്പിലാക്കാനായി ഒരു സർക്കാർ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തി എന്ന തരത്തിലുള്ള പ്രചരണവും ഇനിയിപ്പോൾ ഇത് പാസ്സായില്ലെങ്കിൽ BJPക്ക് നടത്താമല്ലോ, അങ്ങനെ ഒരു സാധ്യത കൂടി തുറന്നിട്ടുകൊണ്ടാണ് ഈ ബില്ലിലേക്ക് എത്തുന്നത് അവർ. രഞ്ജിത്ത്, നമുക്കറിയാം വനിതാ സംവരണം എന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയുടെ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ പലപ്പോഴായി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഉയർത്തി കാണിച്ചിട്ടുള്ളതാണ്. വനിതാ സംവരണത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പോലും അതിനകത്തെ രാഷ്ട്രീയം എന്നത് വളരെ പ്രകടമാണ് എന്നതാണ് പറയേണ്ടത്. അതിൽ BJP എന്നോ NDA എന്നോ അല്ലെങ്കിൽ CPIM എന്നോ കോൺഗ്രസ് എന്നോ ഒന്നും വ്യത്യാസമില്ല എന്ന് വേണം ഇപ്പോഴത്തെ ലോക്സഭയിലെ നടപടിക്രമങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതായത് നമുക്കറിയാമല്ലോ, ഇതേ നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് ഈ വനിതാ സംവരണം എന്ന നടപടി അല്ലെങ്കിൽ ബില്ലുമായി മുന്നോട്ട് പോകാൻ ആർജവം കാണിക്കുകയും അങ്ങനെ
2023 അടക്കം ഈ ബില്ല് പാർലമെന്റിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് നിറഞ്ഞ കയ്യടിയാണ് NDA സർക്കാരിന് ലഭിച്ചത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. എന്നാൽ അതിനുശേഷം ആണ് ഈ വനിതാ സംവരണം നടപ്പിലാക്കുമ്പോൾ നിലവിലെ 543 എന്ന അംഗബലത്തിന് പകരം 850, ഏറ്റവും കൂടിയത് 850 എന്ന നിലയിലേക്ക് ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നത് ജനസംഖ്യ ആനുപാതികമായിട്ടായിരിക്കണം ലോക്സഭയിലെ എംപിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് എന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഉത്തർപ്രദേശ് പോലെ ഉള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും കേരളവും തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ ഈ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടവും ഉണ്ടാകുമായിരുന്നു. അത് രാഷ്ട്രീയമായി കൂടി പറഞ്ഞു ബോധിപ്പിക്കാൻ NDAക്ക് പ്രയാസകരമാകുന്ന സാഹചര്യത്തിലാണ് പിന്നീട് എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% എന്നതിലേക്ക് NDA എത്തിച്ചത്. അതിൻ്റെ രാഷ്ട്രീയം വളരെ ലഘുവായി നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ എംപിമാരുടെ പട്ടിക പരിശോധിച്ചാൽ അത് 169 എന്ന നിലയിലേക്ക് മാത്രമാണ് ഉയരുക. അതേസമയം ഉത്തർപ്രദേശ് എന്ന ഒരു സംസ്ഥാനത്ത് മാത്രം ഇപ്പോൾ 80 എംപിമാരുണ്ട്. അവിടെ എംപിമാരുടെ എണ്ണം 120 ഉയരും. അതായത് ഉത്തരേന്ത്യയിലെ 2-3 സംസ്ഥാനങ്ങളിൽ വ്യക്തമായ ആധിപത്യം നേടാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുന്നുവോ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇനിയും അധികാരത്തിൽ തുടരാൻ പറ്റുന്ന സാഹചര്യം ആണ് ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ അത് BJPക്കാണ് എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം ഈ സംസ്ഥാനങ്ങളിൽ, അതായത് ലോക്സഭാ എംപിമാരുടെ എണ്ണം കൂടുതലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്കാണ് ആധിപത്യം. അപ്പോൾ ദക്ഷിണേന്ത്യ ഒന്നടങ്കം BJPക്ക് കൈവിട്ടു പോയാൽ പോലും ഉത്തരേന്ത്യയിലെ 3-4 സംസ്ഥാനങ്ങളിൽ ആധിപത്യം പുലർത്തിയാൽ അധികാരത്തിൽ തുടരാം എന്നതാണ് BJPയുടെ രാഷ്ട്രീയ കണ്ണ്. അതേസമയം പ്രതിപക്ഷ നിര, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ കണ്ണാകട്ടെ ഇപ്പോൾ 543 സീറ്റുകൾ ആണ് ഉള്ളത്. അതിൽ 33% സംവരണം നടപ്പിലാക്കിയാൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നത് വലിയ തോതിൽ വർദ്ധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാഹചര്യം ഏതായാലും ഇന്ന് 4 മണിക്ക് വോട്ടെടുപ്പ് ലോക്സഭയിൽ നടക്കുകയാണ്. എന്താകും അതിന്റെ റിസൾട്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഏതെങ്കിലും തരത്തിലുള്ള, നമുക്കറിയാം പല ബില്ലുകളും പാസ്സാകില്ല എന്ന് കരുതിയ ബില്ലുകളും പാസ്സാക്കി എടുത്ത സർക്കാർ കൂടിയാണിത്. അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ എന്നതും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് യുദ്ധവാർത്തകളിലേക്കൊന്ന് പോകണം. ലെബനനിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറായി ഇസ്രായേൽ. ഇന്ന് വൈകിട്ട് 5 മണി മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും വാഷിംഗ്ടണിൽ വെച്ച് തുടർ ചർച്ചകൾ നടത്തും. ഇതിനിടെ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി US മുന്നിൽ ഇറാൻ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചു. അതേസമയം US മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇറാൻ സമ്മതിച്ചതായി ട്രംപും അവകാശവാദം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, നമുക്കാദ്യം ഇസ്രായേൽ ലെബനൻ, ഇപ്പോൾ ട്രംപ് അവകാശപ്പെടുന്നത് താൻ തുടർച്ചയായി അവസാനിപ്പിക്കാൻ പോകുന്ന 10ാമത്തെ യുദ്ധമാണ് എന്ന് മറ്റുമാണ്. ട്രംപിൻ്റെ വിചിത്രമായ അവകാശവാദങ്ങൾ ഒന്നായി അത് മാറുന്നുമുണ്ട്. 10 ദിവസത്തെ വെടിനിർത്തൽ എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഇസ്രായേൽ സേന ലെബനനിൽ തുടരും എന്നുമുള്ള മറ്റൊരു വൈരുദ്ധ്യം കൂടി ഉണ്ട്. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒരു സമാധാനത്തിലുള്ള ശ്രമങ്ങളുണ്ടോ? ഇതിനിടയിലും ചില ആക്രമണങ്ങൾ നടന്നു എന്ന സൂചനകളുമുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ അതുപോലെ ഈ ലെബനൻ, ഈ ഒരു സംഘർഷം അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വലിയൊരു ഇടങ്കോലിടുന്ന സംഭവമായിരുന്നു. ഇസ്രായേൽ ഒരിക്കലും ലെബനനിൽ വെടിനിർത്തലിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതും ദിനം പ്രതി ഈ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതും അത് അമേരിക്കയെ സംബന്ധിച്ച് ചർച്ചകൾക്ക് വലിയൊരു തിരിച്ചടി കൂടിയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായപ്പോൾ ഇറാൻ തന്നെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ലെബനനിൽ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകണം, അമേരിക്ക ഇതിന് മേൽനോട്ടം വഹിക്കണം എന്നെല്ലാം ഇറാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയൊരു പരിഹാസം കൂടിയുണ്ടായിരുന്നു. ഇത്തരത്തിൽ US അവരുടെ ഈ ലെബനിലേക്ക് ഇസ്രായേലിനെ ആക്രമണത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ തകരാറിലാക്കാൻ US ശ്രമിക്കുകയാണ് എന്ന് ഇറാൻ പരിഹസിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇറാനും അമേരിക്കയ്ക്കും ഇടയിലെ ചർച്ചകൾക്ക് ഇടയിലുണ്ടായിരുന്ന ഒരു ഉപരോധം, ഒരു പ്രതിസന്ധി അത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇന്ന് വൈകിട്ട് 5 മണി മുതലാണ് ലെബനനും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇടയിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. ഈ ഇരു രാഷ്ട്രങ്ങളുടെ നേതാക്കൾ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ ചർച്ചകളുടെ തുടർഫലമായിട്ടാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്നാൽ ട്രംപ് അവകാശപ്പെടുന്നത്, ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ തന്നെ ലെബനന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ഔണിനെയും ടെലിഫോണിൽ വിളിച്ചു
അറിയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ തന്റെ ഒരു മധ്യസ്ഥത കൊണ്ടാണ് ഇരു രാഷ്ട്രങ്ങളും വെടിനിർത്തലിന് തയ്യാറായത് എന്നതാണ് ട്രംപിന്റെ നിലവിലെ ഒരു അവകാശവാദം. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു സമ്മർദ്ദം കൂടി ഇതിൽ ഉണ്ടായിരുന്നിരിക്കാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിരുന്നു ഈ ലെബനിലെ വെടിനിർത്തൽ എന്ന് പറയുന്നത്. എന്തായാലും വെടിനിർത്തൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രാബല്യത്തിൽ വരും. ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് ഈ വെടിനിർത്തൽ കാലയളവ് തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കും എന്ന് തന്നെയാണ്. നിലവിൽ അവർ ആക്രമണമൊന്നും നടത്തുമെന്ന് അറിയിച്ചിട്ടില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നത് ഹിസ്ബുള്ള ഔചിത്യത്തോടെ പെരുമാറണം, ശാന്തത പാലിക്കണം എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ശാന്തത പാലിക്കണം എന്ന് ട്രംപും അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാത്രമല്ല ഇനി ഈ വരുന്ന ചൊവ്വാഴ്ച ഈ ജോസഫ് ഔണും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൗസിൽ വെച്ച് തുടർ ചർച്ചകൾ നടത്തുമെന്നും ഇപ്പോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ JD വാൻസും ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുക എന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലെബനനും ഇസ്രയേലും 34 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ US വെച്ച് നേർക്കുനേരുള്ള ഒരു ചർച്ചകൾ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു മധ്യസ്ഥത വഹിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, മറ്റൊരു അവകാശവാദം എന്ന് പറയുന്നത് താൻ 9 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്, 10ാമത്തെ യുദ്ധമാണ് ഈ അവസാനിപ്പിക്കാൻ പോകുന്നതെന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ US-ന്റെ കഴുത്തിൽ ചുറ്റിയ വലിയൊരു പാരയായിട്ട് ട്രംപ് തന്നെ ആരംഭിച്ചു വെച്ച ഒരു യുദ്ധം മറുവശത്ത് കിടക്കുകയാണ്. എന്തായാലും ഇപ്പോ ഇറാനുമായി ഒരു ധാരണയിലെത്തി എന്ന് ട്രംപ് പറയുന്നു. കരാറിന് ധാരണയായി എന്ന് മറ്റുമാണ് പറയുന്നത്. ഇസ്ലാമാബാദിൽ വെച്ച് ഒരു പക്ഷേ ഒപ്പിടാൻ നേരിട്ട് ട്രംപ് പോകുമെന്നാണ് അറിയുന്നത്. പക്ഷെ അതിന് ഇറാന്റെ ഭാഗത്തുനിന്ന് മറുപടി ഇല്ലല്ലോ. മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ വിചിത്രമാണ്. ഇറാൻ ഒരിക്കലും സമ്മതിക്കാതെ, ഒന്ന് യുറേനിയം പൂർണ്ണമായും കൈമാറുമെന്ന് പറയുന്നു, ഹോർമുസ് പൂർണ്ണമായും തുറക്കുമെന്ന് പറയുന്നു, ഒപ്പം ഭാവിയിലും യുറേനിയൻ പദ്ധതികളുമായി മുന്നോട്ട് പോകരുത് എന്ന് ഇറാനോട് ആവശ്യപ്പെടും, അതവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിനൊന്നും ഒരു തരത്തിലുമുള്ള മറുപടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ട്രംപ് നേരത്തെ പറഞ്ഞ ഏകപക്ഷീയമായ ചില അഭിപ്രായ പ്രകടനങ്ങളുടെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണോ? ഇതിന് പല സാധ്യതകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള അസീം മുനീർ ഇറാനിലെത്തിയിരുന്നു. അപ്പോൾ അസീം മുനീറിനോട് ഇറാൻ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ദൂതനായിട്ടാണ് അസീം മുനീർ പാകിസ്ഥാനിൽ എത്തിയത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചില സന്ദേശങ്ങൾ ഇറാന് നൽകാനും അതുപോലെ തന്നെ ഇറാന്റെ ഉപാധികൾ അമേരിക്കയെ അറിയിക്കാനും അസീം മുനീർ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യം വെച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ അസീം മുനീറിനോട് ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. പ്രധാനമായിട്ടും 2 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അതിൽ 2 ഉപാധികൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന ഈ ഹോർമുസിന്റെ വിഷയം തന്നെയാണ്. അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഉപരോധം അത് പൂർണ്ണമായി അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നതാണ് ഒന്നാമത്തെ ഉപാധി. രണ്ടാമത്തെ ഉപാധി എന്ന് പറയുന്നത്, ഈ ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ എത്തുന്ന സംഘത്തിന് സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ഉപാധി. കഴിഞ്ഞ തവണ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾ നടന്നപ്പോൾ JD വാൻസ് ഉൾപ്പെടെയുള്ള സംഘത്തിന് സ്വയം ഡിസിഷൻ എടുക്കാൻ കഴിയില്ലായിരുന്നു. ട്രംപിന്റെ ഒരു മേൽനോട്ടം ഇതിൽ കൃത്യമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ US-ലേക്ക് സന്ദേശങ്ങൾ അയച്ച് അവിടെ നിന്ന് ഉണ്ടാകുന്ന തുടർ ചർച്ചകളുടെ ഫലമായിട്ടായിരുന്നു ഇവിടെ തീരുമാനമുണ്ടായിരുന്നത്. ഇത് ചർച്ചകൾക്ക് വലിയ കാലതാമസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും അനിശ്ചിതത്വത്തിലേക്ക് വിടാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് US-ലേക്ക് അയക്കുന്ന സംഘത്തിന് സ്വയം തീരുമാനിക്കാനുള്ള അധികാരം നൽകണം എന്ന ഒരു ആവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ട്രംപ് അതേസമയം ഇപ്പോൾ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചത്. അതായത് ഇപ്പോൾ ഇറാൻ ആണവ പദ്ധതികൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പല ഉപാധികളും അവർ അംഗീകരിക്കുകയാണ് എന്നതടക്കമാണ് ട്രംപ് പറയുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. വരും മിനിറ്റുകളിൽ, വരും മണിക്കൂറുകളിൽ ഇറാന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കാം. അതാണ് നിർണായകം. ഇറാൻ കൂടി ഒരു കരാറാകുമ്പോൾ ഇറാൻ കൂടി മറ്റേ വശം കൂടി അവർ ഒപ്പിടണമല്ലോ. അതിലേക്ക് എങ്ങനെ വരുമെന്നത് കാത്തിരുന്ന് കാണാം. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ചരക്ക് നീക്കം പ്രതിസന്ധിയിലായി വമ്പൻ ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്തേക്ക്. 10ലേറെ കമ്പനികളാണ് മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ നീക്കത്തിന് വിഴിഞ്ഞത്തെ അദാനി തുറമുഖത്ത് അനുവാദം തേടി. അതായത് ഹോർമുസിലെ പ്രതിസന്ധി ഇപ്പോൾ അനുഗ്രഹമാകുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനാണ്. 300ഓളം രാജ്യാന്തര കപ്പലുകളാണ് യുദ്ധം തുടങ്ങിയ ശേഷം വിഴിഞ്ഞത്ത് വന്നുപോയത്.
പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കെടുതിയിലാണ് ലോകം മുഴുവൻ. പക്ഷേ ആ യുദ്ധം കൊണ്ട് പാചകവാതകമില്ലാതെ നമ്മുടെ നാട്ടിലെ നാടൻ തട്ടുകടകൾ വരെ വലിയ ദുരിതത്തിലായിരിക്കുമ്പോഴും യുദ്ധം കൊണ്ട് കോളടിച്ച ഒരു മേഖലയുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. മറ്റെങ്ങുമല്ല, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ഈ തുറമുഖത്തേക്ക് ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകൾക്ക് യാത്രാപഥം കൃത്യമായി സുഗമമല്ലാത്തതിനാൽ ചരക്ക് നീക്കത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് രാജ്യാന്തര കപ്പൽചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞത്തേക്ക് ഏത് വിധേനയും എത്തി ഇവിടെ ചരക്കിറക്കുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചുകൊണ്ട് 10ഓളം രാജ്യാന്തര കമ്പനികൾ ഇതിനോടകം വിഴിഞ്ഞം അദാനി പോർട്ട് കോർപ്പറേഷനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിലവിലത്തെ സ്വാഭാവികമായ തിരക്കുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം മാത്രം ഏതാണ്ട് 295 മുകളിൽ കപ്പലുകൾ ചരക്ക് നീക്കത്തിന് ഇവിടെ എത്തിയെന്നാണ് കമ്പനിയുടെ അവകാശവാദം. അതിൽ തന്നെ ഏതാണ്ട് 18 ലക്ഷത്തിന് മുകളിൽ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി കഴിഞ്ഞു. അതിനിടയിലാണ് ഈ 10 കമ്പനികളുടേതായി 100ഓളം കപ്പലുകൾ കൂടി ഇവിടേക്ക് ചരക്കിറക്കുന്നതിന് വേണ്ടി സമയം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബർത്ത് അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം അത്രയും വലിയ തിരക്കുള്ള ചരക്ക് നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്തെ മറ്റ് മുംബൈ തുറമുഖത്തോ അല്ലെങ്കിൽ മറ്റ് ഒരു തുറമുഖത്തും ഇല്ലാത്ത സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആഴം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. അതുകൊണ്ട് തന്നെ ഈ വൻ കപ്പലുകൾക്ക്, മദർഷിപ്പുകൾക്ക് സുഗമമായി തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനും ചരക്ക് ഇറക്കാനുമൊക്കെ കഴിയും. അവിടെ നിന്ന് മറ്റ് ചെറു തുറമുഖങ്ങളിലേക്ക് ചെറിയ കപ്പലുകൾ ഇവിടുന്ന് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന്റെ പ്രതിസന്ധി പരിഹരിക്കാനായി MSCക്ക് പുറമെ, MSC നേരത്തെ തന്നെ ഈ അദാനി പോർട്ടുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. ഹ്യുണ്ടായി ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളുടെ മദർഷിപ്പുകൾ ഇവിടേക്ക് എത്തിക്കുന്നതിനാണ് അവർ അനുവാദം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പലുകൾക്ക്, ഇങ്ങനെ അനുവാദം ചോദിച്ചിരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും ഇവിടെ ചരക്കിറക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഇവിടുത്തെ ബർത്തിന്റെ പരിധി, ആ ശേഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും കപ്പലുകൾ നേരത്തെ തന്നെ ഇവിടെ സ്ലോട്ട് കാത്തു കിടക്കുകയാണ്. അതിനിടയിൽ പുതിയ കപ്പലുകൾക്ക് ഇവിടെ ചരക്കിറക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഈ തിരക്ക് ഇങ്ങനെ അഭൂതപൂർവമായി വർദ്ധിച്ചു വരുന്നത് അത് രാജ്യാന്തര തലത്തിൽ തന്നെ നേരത്തെ അതിന്റെ പ്രകൃതിദത്തമായ ആഴം കൊണ്ടൊക്കെ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളോടൊക്കെ കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം മാറും ഭാവിയിൽ എന്ന് ഉറപ്പാക്കാവുന്ന തരത്തിലുള്ള ചരക്ക് നീക്കമാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ഈ തുറമുഖ വകുപ്പ് അധികൃതരും അതോടൊപ്പം വിഴിഞ്ഞം പോർട്ടും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വലിയ തിരക്കിനെ അല്ലെങ്കിൽ വലിയ ഡിമാൻഡിനെ നോക്കിക്കാണുന്നത്. കാരണം ലോകത്ത് വീണ്ടും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊക്കെ വിഴിഞ്ഞം ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അതിന്റെ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആഴം, എത്ര വലിയ കപ്പലുകൾക്കും ഈ തീരത്ത് സുഗമമായി അടുത്ത് ചരക്കിറക്കി മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അതിനോടൊപ്പം ഓരോ ദിവസവും ഏതാണ്ട് 200ഓളം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞം തുറമുഖം അതിന്റെ സ്വാഭാവികമായ സവിശേഷതകൾ കൊണ്ട് തന്നെ ലോകത്തിന്റെ ശ്രദ്ധ നേരത്തെ പിടിച്ചുപറ്റിയതാണ്. അപ്പോഴാണ് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചത് മൂലമുണ്ടായ വലിയ തിരക്ക്, വലിയ ആവശ്യകത, അത് ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞത്തിന് വീണ്ടും ഡിമാൻഡ് കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിലും വലിയ ഒരു വികസന പാന്താവിലേക്കുള്ള വഴിത്തിരിവായി നിലവിലെ സാഹചര്യങ്ങൾ മാറുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ്. വോട്ടെണ്ണൽ കഴിയുന്നതുവരെ നേതാക്കൾ പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടി പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കരുതെന്നാണ് നിർദ്ദേശം. തന്റെ പേരുമായി ബന്ധപ്പെട്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ വിലക്കാൻ KC വേണുഗോപാലും വിശ്വസ്തർക്ക് നിർദ്ദേശം നൽകിയതായി സൂചനയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പരസ്യ പ്രതികരണവുമായി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെടൽ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാൻ, ഇപ്പോൾ തൽക്കാലം ഒരു ഇടവേളയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പക്ഷെ അപ്പോഴും ഈ തർക്കം നേതാക്കളുടെ മനസ്സിലുണ്ട്. അത് ഇന്നലത്തെ പല പ്രതികരണങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ചില ആഗ്രഹങ്ങൾ പലർക്കുമുണ്ട്.
ഭൂരിപക്ഷം കിട്ടിയാൽ ഇത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും, സംശയമില്ല. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന്റെ വിവിധ നേതാക്കളുടെ അനുയായികൾ ചേരിതിരിഞ്ഞു തുടങ്ങിയ വാക്പോരും പ്രകോപനങ്ങളുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ അടിയന്തരമായ ഇടപെടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം വാളോങ്ങിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രകോപനം ഉളവാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രസ്താവനകളും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം 4-ാം തീയതി വന്നതിന് ശേഷം മാത്രം പാർട്ടി നേരത്തെ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്, സമാനമായ തരത്തിലുള്ള കൂടിയാലോചനകളിലൂടെ ഏറ്റവും സുതാര്യമായ ശൈലിയിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. അതിനപ്പുറത്തേക്ക് സൈബർ ഇടങ്ങളിലെ വിഴുപ്പലക്കലുകൾ വേണ്ട എന്ന കൃത്യമായ നിർദ്ദേശം നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം KC വേണുഗോപാലിന്റെ പേരിൽ സൈബർ ഇടങ്ങളിൽ യുവ നേതാക്കളുടെ അടക്കം തുടക്കമിട്ട വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൽ KC വേണുഗോപാൽ കടുത്ത വിയോജിപ്പിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെയൊരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ രാജ്യത്തെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു പദവിയിലിരിക്കുന്ന ആളുടെ പേരിൽ സംസ്ഥാനത്ത് നേതാക്കൾ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ദേശീയ തലത്തിൽ മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അതിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് KC വേണുഗോപാൽ രംഗത്തെത്തുന്നത്. അദ്ദേഹം അത്തരത്തിലുള്ള എല്ലാ പോസ്റ്റുകളും തന്നെ അനുകൂലിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ നടത്തുന്ന എല്ലാ പ്രചാരണങ്ങളും അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്ക് നൽകിയതായാണ് സൂചന. കാരണം അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു. രാഷ്ട്രീയ എതിരാളികൾ അതിനെ വലിയ പ്രചാരണ വിഷയമാക്കി മുമ്പോട്ട്, അതായത് ഭരണം ലഭിക്കുമോ എന്ന ഉറപ്പ് പോലും ഇല്ലാതിരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തമ്മിലടിക്കുകയാണ് നേതാക്കൾ എന്ന പ്രചാരണം വലിയ തരത്തിൽ എതിർ രാഷ്ട്രീയ ചേരികൾ അത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുമെന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും വിലക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് എത്തുന്നത്. അങ്ങനെയെങ്കിൽ 4-ാം തീയതി വരെ എല്ലാവരും കാത്തിരിക്കൂ. അതിനുശേഷം MLA-മാർ എന്ത് തീരുമാനിക്കുമെന്ന് നോക്കാം. ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തേക്ക് എത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തിയായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. അതിനപ്പുറത്ത് സൈബർ ഇടങ്ങളിലായിരിക്കില്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകളെ പൂർണ്ണമായി തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് നിലവിൽ. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണൽ നടന്നിട്ടില്ല. അപ്പോഴും ആത്മവിശ്വാസത്തിൽ ആണോ അതോ അധികാരത്തിൻ്റെ കൊതി കൊണ്ടാണോ നേതാക്കൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്നത്. ഏതായാലും നമുക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. മറ്റു വാർത്തയിലേക്ക്. SDPIയുമായുള്ള പരസ്യബന്ധം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം CPM പ്രവർത്തകർ. അമ്പലപ്പുഴയും അരൂരും ആലപ്പുഴയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ SDPI ഇടതുപക്ഷത്തിനായി പരസ്യമായി വോട്ട് തേടി ഇറങ്ങിയതാണ് CPM പ്രവർത്തകർക്കിടയിൽ അതൃപ്തിക്കിടയാക്കിയത്. ഒപ്പം നേതാക്കളുടെ പരസ്യ നിലപാട് ചിലയിടങ്ങളിൽ BJP വോട്ടുകൾ UDFിലേക്ക് പോകാൻ കാരണമായെന്നും വിലയിരുത്തലുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശരണ്യ, നേരത്തെ അമ്പലപ്പുഴയിലെ കാര്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അരൂരിലും സമാനമായ തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം മണ്ഡലങ്ങളിൽ SDPI നിലപാടുകൾ LDFിന് അനുകൂലമായിരുന്നു, സംശയമില്ല. അത് പിന്നീട് അവർ പരസ്യമായി പറയുകയും മറ്റും ചെയ്തു. ഇതിപ്പോൾ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. SDPI വിരുദ്ധത മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കിടയിലൊക്കെ ഇത് വല്ലാത്ത തരത്തിലുള്ള ഒരു മാറ്റത്തിനായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണോ? രഞ്ജിത്ത്, CPMനകത്ത് ഇതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സാധാരണക്കാരായ അണികൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു. പ്രത്യേകിച്ച് വർഗീയ കക്ഷികൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഇടതുപക്ഷം കൈക്കൊള്ളുന്നത്. ആശയപരമായി ആ ഒരു നിലപാടിൽ നിന്ന് മാറുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തിരിച്ചടിയായി CPM പ്രവർത്തകർക്കുള്ളിലുള്ളത്. മറ്റൊന്ന്, പലയിടങ്ങളിലുമായി CPM പ്രവർത്തകരും ഒപ്പം തന്നെ SDPI വിഭാഗങ്ങളുമായി നടത്തുന്ന സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഇടങ്ങളാണ്. പ്രത്യേകിച്ച് അരൂർ എടുക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ, കൊല്ലകടവ് അടക്കമുള്ള പ്രദേശങ്ങൾ, ആലപ്പുഴയിൽ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ, മണ്ണഞ്ചേരി, ഒപ്പം അമ്പലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങൾ, ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ CPM ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഇടങ്ങളാണ്. അവിടെയൊക്കെ തന്നെയും ഇത്തരത്തിൽ പെട്ടെന്ന് നേതൃതലത്തിൽ നിന്ന് SDPയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ വന്നതോടെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ ആലപ്പുഴയിൽ എത്തിയപ്പോൾ പ്രത്യേകിച്ച്
മുഖ്യമന്ത്രി അതിലൊരു മറുപടി പറയാത്ത സാഹചര്യം, പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വോട്ട് കിട്ടുകയാണെങ്കിൽ തടയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയതോടുകൂടിയാണ് ഇതിനകത്ത് ഒരു വലിയൊരു ആത്മസംഘർഷത്തിലേക്ക് CPM പ്രവർത്തകർ എത്തിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് CPM പ്രവർത്തകർക്കുള്ളിൽ വലിയൊരു മാറി ചിന്തിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായ തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെ പറയാം. അതായത് പല മണ്ഡലങ്ങളിലും CPM കരുതുന്ന അവരുടെ കേഡർ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടൽ, ഒരു അനുമാനമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് ഈ SDP-യുമായുള്ള പരസ്യമായുള്ള ഒരു ബാന്ധവത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന് തന്നെയാണ് എന്ന് പറയാം. മറ്റൊന്ന്, പല മേഖലകളിലും പരസ്യമായ SDP പ്രവർത്തകർ ഇടതുപക്ഷത്തിനായി വോട്ട് തേടി ഇറങ്ങി. എന്നാൽ SDP-യുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചാണ്, പ്രത്യേകിച്ച് നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശന് വിഷയം ഉൾപ്പെടെ വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തെ പിന്താങ്ങുന്ന ഒരു സാഹചര്യമാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ഉള്ള പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ വോട്ടുകളെ കൂടി ലക്ഷ്യം വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു SDP-യുമായുള്ള അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ ലഭിച്ചാൽ വേണ്ട എന്ന് പറയേണ്ട നിലപാട് കൈക്കൊള്ളേണ്ടതില്ല എന്നുള്ളൊരു ഡിസിഷനിലേക്ക് CPM എത്തിയത്, ഇടതുപക്ഷം എത്തിയത്. എന്നാൽ അത് CPM ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികൾക്കുള്ളിലെ പ്രവർത്തകർക്കുള്ളിൽ വലിയ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ആശയപരമായ മാറ്റമല്ല അത് എന്നുള്ളതായിരുന്നു CPM പ്രവർത്തകർക്കുള്ളിൽ, ഇടതുപക്ഷ പ്രവർത്തകർക്കുള്ളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും അതിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ, അമ്പലപ്പുഴ, അരൂർ മണ്ഡലങ്ങളിൽ അത് ഉണ്ട്. അമ്പലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ തന്നെ SDP ബാന്ധവം നേരത്തെ തന്നെ ആരോപിക്കപ്പെട്ട ഇടങ്ങളാണ്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി സംബന്ധിച്ചും അത്തരം ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടം വന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് പരസ്യമായി ഇത്തരത്തിൽ വോട്ട് തേടുന്നു എന്നുള്ളത്. SDP പ്രവർത്തകർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായി പരസ്യമായി വോട്ട് തേടി ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ അമ്പലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ കേന്ദ്രീകരിക്കുകയും അത് UDF-ലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ SDP-യിൽ തന്നെ പൂർണ്ണമായ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് കൂടി വന്നിട്ടുണ്ട്. അതിൽ സ്പ്ലിറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ഇതര മുസ്ലിം വിഭാഗത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകൾ UDF-ലേക്ക് വോട്ട് ചെയ്യുന്നതിലേക്ക് ഇത് കാരണമായി, പരസ്യമായി നിലപാട് കാരണമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPM-നുള്ളിൽ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ളിൽ ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങൾക്കുള്ളിൽ ഈ വോട്ട് കേന്ദ്രീകരണത്തിന് കാരണമായി, മറ്റൊരു വിഭാഗത്തിലേക്ക് വോട്ട് കേന്ദ്രീകരണത്തിന് കാരണമായി ഇത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. റിസൾട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ ഫലം CPM ഭയക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ഈ നിലപാട് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തി എന്നുള്ളത് ആലപ്പുഴയിലെ പല മണ്ഡലങ്ങളിലും ഒട്ടും ശുഭസൂചകമല്ല CPM-ന് കാര്യങ്ങൾ എന്നതിൻ്റെ ലക്ഷണം കൂടിയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിനി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഇന്ന് കോളേജിൽ തെളിവെടുപ്പ് നടത്തും. സർവകലാശാല ഗവേണിംഗ് കൗൺസിൽ അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. ഇതിനിടയിൽ ആരോപണ വിധേയനായ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. രക്ഷിതാക്കളുടെ യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഇന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തും. കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിക്ക് ഗവർണർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. സർവകലാശാല ഗവേണിംഗ് കൗൺസിൽ അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കും. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ എത്താത്തതിനെ തുടർന്ന് മുടങ്ങിയ വിദ്യാർത്ഥികളുമായുള്ള ചർച്ചയും ഇന്ന് നടന്നേക്കും. ഇതിനിടയിൽ പ്രതിഷേധം ശക്തമായതോടെ ആരോപണ വിധേയനായ ആന്ധ്ര സ്വദേശിയായ MK റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. നിതിന്റെ മരണം നടന്ന് 6ാം ദിവസമാണ് കോളേജിൽ നിന്ന് പുറത്താക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് ഹൗസ് സർജന്മാരടക്കമുള്ളവർ പ്രിൻസിപ്പാലുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ രക്ഷിതാക്കളും കോളേജ് അധികൃതരെ കണ്ടു. ഒരു തരത്തിലും ഡോക്ടർ റാമിനെ കോളേജിൽ തുടരാൻ അനുവദിക്കരുതെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ശക്തമായതോടെയാണ് രക്ഷിതാക്കളുടെ യോഗത്തിൽ പ്രിൻസിപ്പാൽ പുറത്താക്കാനുള്ള തീരുമാനം അറിയിച്ചത്. കോളേജിന്റെ ഗുഡ്വിൽ അടക്കം കണക്കിലെടുത്താണ് വകുപ്പ് മേധാവിക്കെതിരായി ഒടുവിൽ കടുത്ത നടപടി കൈക്കൊണ്ടത്. എന്നാൽ അധ്യാപകനെതിരായ നടപടി കോളേജ് അധികൃതർ അറിയിക്കാത്തതിനെ
നിതിന്റെ സഹോദരി വിമർശിച്ചു. അധ്യാപകനെ അറസ്റ്റ് ചെയ്യാത്തതിലും കുടുംബത്തിന് എതിരഭിപ്രായമുണ്ട്. അതേസമയം സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. റാമിനെതിരായ ആരോപണങ്ങൾക്കൊപ്പം നിതിനെതിരായ ലോൺ ആപ്പ് വായ്പാ പരാതിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അധിക്ഷേപ പരാമർശങ്ങളിൽ വിദ്യാർത്ഥികളുടെ മൊഴി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലോൺ ആപ്പ് വിഷയത്തിലും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പലയിടത്തും ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. പാലക്കാട്ട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് അറിയിപ്പ്. 2 ദിവസം കൂടി കൊടും ചൂട് തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വേനൽ ചൂട് സംസ്ഥാനത്തെ ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലഡ് ബാങ്കുകളിൽ ഒന്നായ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. അവധിക്കാലമായതിനാൽ സ്കൂളുകളിലും കോളേജുകളിലും രക്തദാന ക്യാമ്പ് നടത്താൻ കഴിയാത്തതും തെരഞ്ഞെടുപ്പും കനത്ത വേനൽ ചൂടും രക്തസംഭരണത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വേനൽ ചൂട് ഉയരുമ്പോൾ പലതരം പ്രതിസന്ധികളാണ് സംജാതമാവുന്നത്. അത് രക്തദാനത്തെയും വലിയൊരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിലാണ്. പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ തന്നെ ഹോസ്പിറ്റൽ സിറ്റിയാണോ, 10ലേറെ ആശുപത്രികളുള്ള ഒരു നഗരമാണ് പെരിന്തൽമണ്ണ. ഏറ്റവും അധികം ബ്ലഡ് ആവശ്യം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പെരിന്തൽമണ്ണ. ആ പെരിന്തൽമണ്ണയിലെ ബ്ലഡ് ബാങ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഈ ബ്ലഡ് ബാങ്ക് നേരിടുന്ന പ്രതിസന്ധി ആവശ്യത്തിന് രക്തദാതാക്കളെ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണത് ഒരു പ്രവർത്തനത്തെ ബാധിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. ഡോക്ടർ അനസ് നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു ക്രൈസിസ് ഇപ്പോൾ ഉള്ളത്? നമ്മളെ ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണ കേരളത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ സീറ്റായിട്ട് അറിയപ്പെടുന്ന ഒരു നഗരമാണ്. അപ്പോൾ ധാരാളം രോഗികൾ എല്ലാ ദിവസവും സർജറിക്കായിട്ടും പ്രസവത്തിനായിട്ടും ബാക്കി പല ആവശ്യങ്ങൾക്കായിട്ടും പെരിന്തൽമണ്ണയിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ പെരിന്തൽമണ്ണയിൽ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്കുകളിൽ ഒന്നാണ് ജില്ലാശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഈ ബ്ലഡ് ബാങ്ക്. നമുക്കൊരു മാസത്തിൽ ഏകദേശം 1500 യൂണിറ്റോളം രക്തം ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ മുന്നോട്ടല്ല, ഒരു 3-4 മാസം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് സന്നദ്ധ സംഘടനകൾ, കോളേജുകൾ, സ്കൂളുകൾ ഇവരെല്ലാം റെഗുലറായിട്ട് നമുക്ക് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ക്യാമ്പിൽ നിന്ന് ആവറേജ് 40-50 ബ്ലഡ് യൂണിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തിൽ 25-30 വരെ ക്യാമ്പുകൾ നമ്മൾ എല്ലാ മാസവും സംഘടിപ്പിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇലക്ഷൻ്റെ പ്രശ്നം, നോമ്പിൻ്റെ പ്രശ്നം ഉണ്ടായി, സ്കൂളുകളും കോളേജുകളും വെക്കേഷനിലോട്ട് പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ക്യാമ്പുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. ഒരു 25 ക്യാമ്പിൽ നിന്ന് 3-4 ക്യാമ്പായിട്ട് നമ്മുടെ ക്യാമ്പുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഇവിടെ വരുന്ന രോഗികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം മറ്റേത് ക്യാമ്പ് വഴി നമുക്ക് എപ്പോഴും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിന് കഴിയുന്നില്ല. അപ്പോൾ രോഗികളെല്ലാം അതിൻ്റേതായ ബുദ്ധിമുട്ടിലാണ്. ആളുകൾക്കെല്ലാം രക്തത്തിന് വേണ്ടി ആളുകളെ കണ്ടെത്തേണ്ടി വരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് രോഗികളുണ്ട്. അവർക്കെല്ലാം ഇവിടെ പെരിന്തൽമണ്ണ അറിയപ്പെടുന്ന ആളുകളാരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കെല്ലാം ഇവിടുന്ന് രക്തം അറേഞ്ച് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യം മറികടക്കണം എന്നുണ്ടെങ്കിൽ പഴയ പോലെ വീണ്ടും ക്യാമ്പുകൾ സ്ഥിരമായാൽ മാത്രമേ ഈ ഒരു സാഹചര്യം മറികടക്കാൻ പറ്റുള്ളൂ. ശരാശരി എത്ര യൂണിറ്റാണ് ഇവിടെ ഒരു ദിവസം ആവശ്യം വരാറുള്ളത്? ഇപ്പോൾ എത്ര യൂണിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് ഒരു ദിവസം ആവശ്യമായി, ഒരു ദിവസമല്ല, നമ്മളൊരു മാസത്തേക്കാണ് നമ്മളൊരു ആവറേജ് കണക്കെടുക്കുന്നത്. മാസത്തിലൊരു 1500 യൂണിറ്റോളം ബ്ലഡ് നമുക്ക് ആവശ്യമുണ്ട്. ശരാശരി കണക്കാണത്. ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും സർജറികളുടെ എണ്ണത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ക്യാമ്പുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇതിലൊരു 1000-1200 യൂണിറ്റോളം നമുക്ക് ക്യാമ്പുകൾ വഴി തന്നെ ലഭിക്കുമായിരുന്നു. ബാക്കി ഒരു 300-400 യൂണിറ്റ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ നേരെ തിരിഞ്ഞു. അപ്പോൾ നമുക്ക് ക്യാമ്പുകളിൽ നിന്ന് വളരെ കുറഞ്ഞ ബ്ലഡാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി കൂടുതൽ രക്തം നമുക്ക് ബ്ലഡ് ബാങ്കിൽ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ നമ്മളുടെ ഒരു 1500 കളക്ഷൻ എന്നുള്ളത് ഒരു 1000-ലും താഴെ എത്തുകയാണ്. പക്ഷേ ആളുകൾ അറേഞ്ച് ചെയ്യും രക്തം. കാരണം സർജറിക്ക് രക്തം അത്യാവശ്യമാണ്, കേസുകൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആളുകൾ ഏതെങ്കിലും ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. ശരിക്കും ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ ഈ ബ്ലഡ് കിട്ടാത്തതിൻ്റെ? ഉണ്ട്, ആളുകൾക്ക് ധാരാളം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അത് നേരിട്ട് നമ്മളെയും ബാധിക്കുന്നുണ്ട്. കാരണം ആളുകൾ വരും, രക്തത്തിന് എമർജൻസി ആയിട്ടാണ് വരുന്നത്. ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവില്ല. അപ്പോൾ ഒരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ കൗൺസിലർമാർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഫോൺ ചെയ്തും വിളിച്ചു വരുത്തിയൊക്കെ ഡോണേഴ്സിനെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്. കാരണം പെരിന്തൽമണ്ണ ഏരിയത്തെ ആളുകൾ തന്നെ ബ്ലഡ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഒരാൾക്ക് പിന്നെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ക്യാമ്പുകൾ നടത്തുമ്പോൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നമ്മൾ ക്യാമ്പുകൾ നടത്തിയിരുന്നു. അപ്പോൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഈ രക്തദാനം എത്തുന്നത് വഴി കൂടുതൽ ഭാഗത്തുള്ള ഡോണേഴ്സ് വരികയാണ്. അപ്പോൾ ഈ സ്ഥിരം അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിത് മീറ്റ് ചെയ്ത് പോന്നിരുന്നത്. സംസ്ഥാനത്തിന് ഏറ്റവും അധികം ആവശ്യം വരുന്ന അല്ലെങ്കിൽ തിരക്കുള്ള ഒരു ബ്ലഡ് ബാങ്കായിട്ട് പെരിന്തൽമണ്ണയിൽ മാറിയിട്ടുണ്ടല്ലോ. അത് ഈ ഹോസ്പിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ അല്ലേ? അതെ അതെ, ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സന്നദ്ധ രക്തദാനം സംഘടിപ്പിച്ചതിന് വേണ്ടിയിട്ട് നിരവധി വർഷങ്ങളിൽ അവാർഡ് ലഭിച്ചൊരു ബ്ലഡ് ബാങ്കാണ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്.
അത് സംസ്ഥാന തലത്തിൽ നമുക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രതിസന്ധി കേരളം മൊത്തമുണ്ട്, പെരിന്തൽമണ്ണയിൽ മാത്രമല്ല കേരളം മൊത്തമുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി പെരിന്തൽമണ്ണ ഒരു ആശുപത്രി നഗരമായതുകൊണ്ടും രക്തത്തിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ആ പ്രതിസന്ധി നമ്മളെ വളരെയധികം കൂടുതലായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾ കൂടുതലായിട്ട് രക്തം ഡൊണേറ്റ് ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ട് വരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതെ, ആളുകൾ പ്രത്യേകിച്ച് യുവാക്കൾ, കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ രക്തം ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ച് യുവതലമുറയാണ് മുന്നോട്ട് വരേണ്ടത്. നമുക്ക് ഓരോ ഇൻഡിവിജ്വലായിട്ട് വരുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വഴിയാണ്. മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാമ്പിൽ തന്നെ 50-60 യൂണിറ്റ് രക്തം കളക്ട് ചെയ്യാൻ കഴിയും. അതാണ് നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. വേനൽ ചൂട് ഒരു ഘടകം തന്നെയാണ്, കാരണം ആളുകൾക്കെല്ലാം ഒരു പേടിയുണ്ട്. അതൊരു പരിധിവരെ സത്യമാണ്, കാരണം പുറത്തേക്ക് ഇറങ്ങാനൊക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ സംഘടനകൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ കഴിയും. ബ്ലഡ് കൊടുത്തോണ്ട് വല്ല പ്രശ്നമുണ്ടോ? വേനൽക്കാലത്ത് ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സ്ഥിരം ബ്ലഡ് കൊടുത്താൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വെള്ളം കുടിക്കുക, അന്നൊരു ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. അത് വേനൽക്കാലത്തായതുകൊണ്ട് അത് ഒന്നുകൂടെ നല്ല സ്ട്രിക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, ആ ഒരു ദിവസം അധികം വെയിലൊന്നും കൊള്ളാണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് റെസ്റ്റ് എടുക്കുക. ഇത് കുറച്ചധികം ശ്രദ്ധിക്കുക. എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടലുണ്ട്. അതിനോടൊപ്പം തന്നെ സർക്കാർ ഇതര സംഘടനകളും സന്നദ്ധ സംഘടനകളൊക്കെ ഇതിൽ കുറച്ചുകൂടി ഇടപെടേണ്ടതുണ്ട്. കാരണം രക്തം ഓരോ മനുഷ്യനും എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ രക്തദാനത്തിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകലാണ് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ അത്യാവശ്യമായി വരുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണം തുടരുന്നു. കേസന്വേഷണവുമായി കേരളത്തിലെത്തിയ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെയും ഭർത്താവിൻ്റെയും മൊഴിയെടുക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഈ ഫർഹാന്റെ സുഹൃത്തിനെ കൂടി കാണുക, ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യം കൂടി ഈ അന്വേഷണ സംഘത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണോ ഇവർ പോലീസിനെ മറ്റും സമീപിച്ചിരിക്കുന്നത്? എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് ഇവർ ഇപ്പോൾ നടത്തുന്നത് എന്നാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയത്. അതെത്തിയത് ആ പെൺകുട്ടിയും ഭർത്താവും കൊച്ചിയിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവരുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലൊക്കെ അവർ കൊച്ചിയിൽ തന്നെയുണ്ട്. കൊച്ചി നഗരത്ത് കളമശ്ശേരി ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഇവർ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷെ മധ്യപ്രദേശ് പോലീസിനോ കേരള പോലീസിനോ ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സുഹൃത്തിനെ അടക്കം ഇന്നലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും ആ യുവാവ് എത്താൻ തയ്യാറായില്ല. കാരണം സ്വാഭാവികമായും പോക്സോ കേസാണ്, തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള വകുപ്പുകളുണ്ട്. അറസ്റ്റ് ഭയന്നുകൊണ്ടായിരിക്കും ആ യുവാവ്, സുഹൃത്തായിട്ടുള്ള യുവാവ് ചോദ്യം ചെയ്യലിൽ ഹാജരാകാത്തതെന്നാണ് കരുതുന്നത്. പക്ഷെ മധ്യപ്രദേശ് പോലീസ് പറയുന്നത് ഇരുവരുടെയും മൊഴിയെടുക്കുകയാണ് ലക്ഷ്യമെന്നാണ്. യുവതിയുടെയും ഈ പെൺകുട്ടിയുടെയും ഈ ഭർത്താവെന്ന് പറയുന്ന യുവാവിന്റെയും മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് മധ്യപ്രദേശ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും ആ യുവാവിന് ഹൈക്കോടതി ജാമ്യം ലഭിക്കുന്നതിനാൽ 20-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ യുവാവിന്റെ അറസ്റ്റ് ഉണ്ടാകില്ല. പക്ഷേ പെൺകുട്ടിക്ക് ഭയമുണ്ട്. സ്വാഭാവികമായും ഈ ഒരു പ്രായപൂർത്തിയായില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മധ്യപ്രദേശ് പോലീസിന് ആ പെൺകുട്ടിയെ ഇവിടെ നിന്നും സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു വകുപ്പുണ്ട്. നിയമം അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ കേരള പോലീസും അതിനു വേണ്ടിയിട്ടുള്ളൊരു സഹായം ചെയ്തു കൊടുക്കും. അത് ഭയന്നുകൊണ്ടാണ് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ കൊച്ചിയിൽ ഒളിവിൽ താമസിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മൊഴിയെടുക്കുവാനായി ഇരുവരെയും കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. കേരള പോലീസ് ഇന്നലെ കമ്മീഷണറോട് സംസാരിക്കുമ്പോൾ കമ്മീഷണർ പറയുന്നത് ഈ ഫർഹാന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് മധ്യപ്രദേശ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാരണത്തിനാണോ മധ്യപ്രദേശ് പോലീസ് ഇവിടെ വന്നതെന്ന് അറിയത്തില്ല, അവരോട് തന്നെ ചോദിക്കണമെന്നാണ്. പക്ഷേ ഈ പെൺകുട്ടി കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും ഒരു പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിൽ പറയുന്നത് തനിക്ക് കേരളം വിട്ട് പോകണ്ട, ഈ ഭർത്താവിന്റെ അടുത്ത് നിന്ന് പോകേണ്ട, നാട്ടിലേക്ക് പോകേണ്ട, തന്നെ കൊണ്ടുപോകാനാണ് മധ്യപ്രദേശ് പോലീസ് എത്തിയതെന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. പക്ഷെ അതിൽ ഇതുവരേക്കും നടപടിയൊന്നും കമ്മീഷണർ സ്വീകരിച്ചിട്ടുമില്ല. പ്രായപൂർത്തിയാകാത്ത രേഖകളെല്ലാം തന്നെ മധ്യപ്രദേശ് പോലീസിന്റെ പക്കലുണ്ട്. അതെല്ലാം തെളിവുകൾ അടക്കം കേരള പോലീസിനെ സമർപ്പിച്ചതുകൊണ്ട് തന്നെ പോലീസ് ഈ പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു സാധ്യതയും കുറവാണ്. പക്ഷേ മധ്യപ്രദേശ് പോലീസ് പറയുന്നത് പെൺകുട്ടിയെ കൊണ്ടുപോകാനല്ല, മൊഴിയെടുക്കാനാണ് വന്നിരിക്കുന്നതെന്നാണ്. പക്ഷേ ഇരുവരും ഒളിവിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് എന്തായാലും ഇന്നും ഇവിടെ തുടരുന്നുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിൽ കേരള പോലീസിന്റെ സഹായം കൂടി തേടിക്കൊണ്ടുള്ളൊരു തിരച്ചിലും ഒരു അന്വേഷണവും തന്നെയാണ് ഇന്നും ഈ കൊച്ചിയിൽ നടക്കുക. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ തുടരുകയാണ്.
വനിതാ സംവരണ ബില്ലിന്റെ ഭാഗമായി നടത്തേണ്ട മണ്ഡല പുനർനിർണയം സംബന്ധിച്ച വലിയ അവാസ്തവ പ്രചാരണം നടക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ. ഇന്നലെ വനിതാ സംവരണ ബില്ല് അവതരണത്തിന് അനുമതി തേടി നടത്തിയ ചർച്ചയിലാണ് അമിത്ഷാ ഇങ്ങനെ പറഞ്ഞത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുറയുമെന്ന പ്രചാരണം തെറ്റാണെന്നും അമിത്ഷാ പറഞ്ഞു. एक सबसे बड़ा नैरेटिव खड़ा किया जा रहा है, भ्रांति फैलाई जा रही है कि ये जो 3 विधेयक है, संविधान संशोधन विधेयक और 2 कानून डिलिमिटेशन का और संघ क्षेत्र के चुनाव के कानून में बदलाव, वो आने से दक्षिण की क्षमता लोकसभा में बहुत कम हो जाएगी और सदन की 543 सीटों की संख्या के 5.15% कर्नाटक के सांसद यहां पर आते हैं। ये बिल पारित होने के बाद, संविधान संशोधन होने के बाद कर्नाटक की संख्या हो जाएगी 28 से बढ़कर 42 और प्रतिशत लोकसभा में 816 में हो जाएगा 5.14। तो जरा भी नुकसान कर्नाटक को नहीं होगा। दूसरा राज्य है आंध्र प्रदेश, इनकी अभी 25 सीटें हैं आंध्र प्रदेश की और अब की स्थिति में उसका प्रतिशत प्रतिनिधित्व 4.60 है, 4.60। अब इसमें भी 50% लगभग वृद्धि होगी तो सीटें हो जाएगी 38 और 4.60 की जगह 4.65% उनकी शक्ति हो जाएगी। तेलंगाना में 17 सीटें हैं अभी और उनकी शक्ति 543 के सदन में प्रतिशत 3.13 है। अब उसमें 50% की वृद्धि होगी और सीटें हो जाएगी 26 और 3.13 की जगह 3.18% उनकी क्षमता। तमिलनाडु, इतने सारे लोग काले कपड़े पहनकर आए हैं, मैं तमिलनाडु की जनता को भी आश्वस्त करना चाहता हूं कि आपकी शक्ति कम नहीं होगी, बढ़ रही है। अभी तमिलनाडु की सदन में प्रतिशत स्ट्रेंथ 7.18% है, वो बढ़कर हो जाएगी 7.23। तो तमिलनाडु को भी कोई नुकसान नहीं है। केरला में 20 सांसद हैं, 3.68% इनका स्ट्रेंथ है, 20 की जगह 30 सांसद होंगे और 3.68 की जगह होगा 3.67। अब कुल मिलाकर दक्षिण का जो पूरा नैरेटिव बनाया जाता है उसको अगर हम सोचते हैं तो अभी 543 सीटों में जो आपके द्वारा बनाया गया है उसमें 129 सांसद इस सदन में बैठते हैं। मान्यवर, लगभग 23.76% दक्षिण के सांसदों का यहाँ शक्ति है। अब 50% वृद्धि होने के बाद 129 की जगह 195 सांसद बैठेंगे और उनकी शक्ति 23.97% मतलब 24% होगी। तो शक्ति बढ़ नहीं रही है, कम नहीं हो रही है, बढ़ रही है। ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് വീണ്ടും വാദം കേൾക്കും. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുക. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദമാകും ഇന്ന് നടക്കുക. സംസ്ഥാന സർക്കാരിന്റെ വാദവും ഉണ്ടായേക്കും. ശബരിമലയിൽ ആചാരങ്ങളാണ് സംരക്ഷിക്കേണ്ടതെന്നാണ് സർക്കാരിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം കേസിൽ ദേവസ്വം ബോർഡിന്റെ വാദം പൂർത്തിയായിരുന്നു. കായംകുളം MSM കോളേജിലെ മുൻ അധ്യാപകൻ KS ശ്രീകുമാർ നിര്യാതനായി. കരുനാഗപ്പള്ളി സ്വദേശിയാണ്. 69 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 3:30 വീട്ടുവളപ്പിൽ നടക്കും. നമുക്കിനി സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരം നേമം സ്വദേശികളായ ഐശ്വര്യയുടെയും വിഷ്ണുവിൻ്റെയും മകൾ അവനിക A വിഷ്ണുവിൻ്റെ 4ാം ജന്മദിനമാണ് ഇന്ന്. അവനികയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ന്യൂസ് 18ൻ്റെയും ആശംസകൾ അവനികയ്ക്ക്.
രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഇനി പോലീസ് പെട്രോൾ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.